വാഴയില. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ നാട്ടിൽ പോയപ്പോഴുള്ള ഒരു വ്ളോഗാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. കാരണം അന്ന് ഞങ്ങൾ രണ്ടുപേരും തനിയാണ് പോയത്, ഞാനും അമ്മവും തനിയാണ് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ രാവിലെ മുതൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് വീഡിയോയിൽ പകർത്തി തന്നെ കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ ഇടിയപ്പവും ഉണ്ടാക്കുന്നുണ്ട്, വയണയപ്പവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഈ ഇടിയപ്പത്തിനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം അന്ന് ഞാൻ ഇടിയപ്പം നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാണ് റെസിപ്പിയായിട്ട്. സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി. അമ്മച്ചി ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കും അമ്മ. വെള്ളം തിളച്ചില്ല, മീൻ തിളയ്ക്കാറായി. തീയുടെ അടുത്ത് അങ്ങനെ കളിക്കരുത്. ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ കറി ഉപയോഗിക്കത്തില്ല, അതാണ് ഇഷ്ടം. അത് കഴിച്ച് ശീലിച്ച് ഞാനും അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഞാൻ പല വീഡിയോയിലും നിങ്ങളെ കാണിച്ചിട്ടില്ലേ മുറ്റത്ത് അടുപ്പിൽ കറി വെക്കുന്നത്. ശരിക്കും ഈ വീട്ടിൽ എല്ലാ കറികളും മുറ്റത്ത് തന്നെയാണ് വെക്കുന്നത്. ചോറും അതുപോലെ ഒത്തിരി നേരം തീ എരിയേണ്ട കറികളെല്ലാം മുറ്റത്ത് തന്നെയാണ് വെക്കുന്നത്. അതുപോലെ വെള്ളം തിളപ്പിക്കുന്നതെല്ലാം മുറ്റത്ത് അടുപ്പിലാണ്. അപ്പോൾ ഈ ഒരു അടുപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പുറത്തോട്ടൊരു അടുപ്പ് കൂട്ടി കാണിച്ചാണ്. കാരണം ഇവിടെ ഇച്ചിരി വെളിച്ചം കയറാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഇത് തെളിച്ചം വേണ്ടേ, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ മുറ്റത്തോട്ട് അടുപ്പ് കൂട്ടി നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മുടെ മീൻ കറി, അതുപോലെ തന്നെ ബീഫ് ഉലർത്തിയത്, അങ്ങനെയുള്ള വീഡിയോ എല്ലാം മുറ്റത്ത് വെച്ച് ചെയ്തത്. അമ്മ രാവിലെ മുതൽ ഓരോ കാര്യങ്ങളും ചിട്ടയോടുകൂടി അതിൻ്റെ സമയത്ത് ചെയ്തു തീർക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ലഞ്ചിൻ്റെ സമയത്ത് എല്ലാവർക്കും ലഞ്ച് റെഡി ആയിരിക്കും. അതായത് 8 മണി അല്ലെങ്കിൽ 9 മണി ആ ഒരു സമയത്തിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറത്തില്ല. കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിരിക്കും. അങ്ങനെ ഒരു കഴിവ് അമ്മയ്ക്കുണ്ട് കേട്ടോ. ഇടിയപ്പം അടുപ്പിൽ വേവുന്ന സമയത്ത് ഞാൻ അതിനടുത്തുള്ള കുറച്ച് അമ്മയുടെ ചെറിയ ചില കൃഷികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. കറിവേപ്പും ചീരയും ചേമ്പും വഴുതനയും എല്ലാം ഉണ്ട്. പച്ചക്കറികൾ എനിക്ക് തോന്നുന്നു ക്യാരറ്റ്, കോളിഫ്ലവർ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചാൽ മതി. ബാക്കി എല്ലാം ഇവിടെയുണ്ട്. പച്ച വഴുതനങ്ങയും ഈ വയലറ്റ് കളറുള്ള വഴുതനങ്ങയും പാവയ്ക്കയും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുമ്പിളപ്പം. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. ഞങ്ങൾ കുമ്പിളപ്പം, വയണയപ്പം എന്നൊക്കെ പറയും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചക്ക വരട്ടിയത് ചേർത്തും ഉണ്ടാക്കാറുണ്ട്. ഇത് പക്ഷേ അല്ലാതെ മധുരമൊക്കെ വെച്ചാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിയാണ് കുമ്പിളപ്പം. അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു വയണമരയുടെ നിപ്പുണ്ട്. ആ മരത്തിൽ നിന്നാണ് ഈ ഇല പറിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ഇല കൊണ്ടുവന്നിട്ട് ഇത് വാടിപ്പോകാതെ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. വർഷങ്ങൾ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലും ചീത്തയാവത്തില്ല. ഞാൻ പലർക്കും ഇടയ്ക്കത് കൊടുക്കാറുമുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടേ. പിന്നെ പാഷൻ ഫ്രൂട്ട് ആയില്ലയോ? ഏനാത്തൊരു 7 എണ്ണം നിൽപ്പുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കട്ടെന്ന് വിചാരിച്ച് വെച്ചേക്കുക. അമ്മ ഇത് കണ്ടോ, ഇത് മൈലാഞ്ചി എന്ന് പറയും. കണ്ടോ, ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ,
ഈ നമ്മൾ എണ്ണയൊക്കെ ഇടത്തില്ലേ, കയ്യിലൊക്കെ കളർ വരത്തില്ലേ, അത് തന്നെ നമ്മൾ ഇത് അരച്ചാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കയ്യിലെല്ലാം കളർ വരും, നല്ല രസമായിരുന്നു. നീ എന്നെ മമ്മി എന്ന് വിളിക്കുന്നത് എന്തിനാ? അമ്മിയോ? അമ്മ. ആ ഫോൺ ഇവിടെ വെച്ചേ. വാഴയില. വിറകടുപ്പിലൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യം അല്ലേ. അതുപോലെ ഇത് കഴിക്കാൻ തന്നെ എന്തൊരു സ്വാദാണ്. ശരിക്കും ഈ നാട്ടിലൊക്കെ വന്ന് ജീവിക്കുമ്പോൾ നാട്ടിലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മിസ് ചെയ്യും അല്ലേ. സാധാരണ എല്ലാവരും ഇഡലിത്തട്ടിലല്ലേ ഇടിയപ്പം പീച്ചിയിട്ടുണ്ടാക്കുന്നത്. അമ്മ ഇത് ഈ വാഴയില വെച്ചിട്ട് വാഴയിലയിൽ ഇങ്ങനെ പീച്ചിയിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അന്നേരം ആ വാഴയിലയുടെ മണം കൂടെ ആ ഇടിയപ്പത്തിലേക്ക് വരും. അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി. ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ. ഇതിൽ ഈ പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്താണിത് ഇടുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, മധുരവുമാണ്. വെറുതെയാണ് ഞങ്ങളെല്ലാം ഇത് കഴിക്കുന്നത് കേട്ടോ, അല്ലാതെ കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇങ്ങനെ കഴിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട, കൊട്ടാരക്കര, കൊല്ലം ആ സൈഡിലെല്ലാം ഈ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. കറികൾ ഉപയോഗിക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് നല്ലൊരു ചെടിത്തോട്ടമുണ്ട്. ഞാൻ നേരത്തെ ചെടിത്തോട്ടത്തിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. നല്ലതായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ് അമ്മ കേട്ടോ. അപ്പോൾ ഈ റോസയൊക്കെ അമ്മ നട്ട് വളർത്തി നല്ലതുപോലെ പൂത്ത് നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയും മക്കളെക്കാട്ടിൽ മമ്മിക്ക് സ്നേഹം ചെടികളോടാണെന്ന്. ചെടികളെ ആരെങ്കിലും തൊടാൻ പോലും സമ്മതിക്കത്തില്ല, അത്രയ്ക്ക് നല്ലതുപോലെ പരിപാലിക്കും. ഇതെന്താണെന്നറിയാമോ? ഏതാ? പുതിനയിലയാ. ആണോ? ആ ഞാൻ നോക്കിയില്ലായിരുന്നു ശരിക്കും. ആ പുതിനയില, ശരിയാ, നല്ലൊരു വളർന്നല്ലോ. ഇത് വാങ്ങിച്ചു വെച്ചാണോ അതോ? പണ്ടേ എനിക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് പോയത്. ഒരു ചെറിയ തൈ ഞാനെടുത്ത്. ഇത് കൊള്ളാമോ? അച്ഛയുടെ വീട്ടിലുള്ള നാളെ ഇതിന് പണ്ട് പറയുന്ന പേരെന്താ പറയുക? കുരങ്ങുവാലൻ ഇല്ലയോ മീ? ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞതായിരുന്നു. പക്ഷെ നല്ല രസമല്ലേ, പണ്ടുള്ളതൊക്കെയാ മീ നല്ലത്. എനിക്ക് ഇതിൽ വരുന്ന പൂ ഭയങ്കര ഇഷ്ടമാണ്. പുതിന ഇതിനെ കാട് പോലെ വളരും. അന്നേരം അവര് യൂട്യൂബിലുണ്ടോന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞുണ്ടോ. ഈ ചെടികളെല്ലാം ഞാൻ കണ്ടു. ചെടികളും കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇത് ചായ മനസ്സാന്ന് അതിന്റെ പേരെന്ന് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീ. ഷുഗറിന് അല്ല, ചീരയുടെ പേര് ചായ മനസ്സ. ചീരയോട് ചീര ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ഞാൻ കമന്റ് ചെയ്യാൻ പറയാം. ചായ മനസ്സാന്നാ പേര്, ചായ മനസ്സ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കി വെച്ച്, കേരമീൻ്റെ കറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഈ കറിയുടെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ് ഈ ഒരു മീൻ കറിയൊക്കെ കേട്ടോ. അമ്മ എന്ത് കറി വെച്ച് കാണിച്ചാലും അതൊരു ഹിറ്റായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മോര് കറി, അതുപോലെ തന്നെ ബീഫ് ഉലർത്തിയത്, പിന്നെ നമ്മുടെ മീനച്ചാറൊക്കെ അടിപൊളിയാണ് കേട്ടോ. തീയരി കാണാനല്ലേ നല്ല രസമാണ്. ഇതിനകത്ത് തീയരിതേ കാണാൻ കൊള്ളാവൂ, അടുത്തൂടെ പോയി കഴിഞ്ഞാൽ. ആഹാ, അന്തസ് നോക്കി. വിറകടുപ്പിൽ ആ തീയിൽ, ആ ഒരു മൺചട്ടിയിൽ ആ മീൻകറി അങ്ങോട്ട് വേകുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ.
അപ്പം 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പതിയെ ഇറങ്ങി പപ്പയുടെ അനിയൻ്റെ വീട്ടിൽ, എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോവുകയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ എത്ര കാലമായി കൊപ്പറയൊക്കെ ഉണങ്ങുന്ന കണ്ടിട്ടില്ലേ അമ്മി? അമ്മ ഇത് കണ്ടോ, ഞങ്ങളുടെ കുഞ്ഞുനാളിൽ കൊപ്പറ ഉണങ്ങാൻ പറയാം. തേങ്ങ ഉണങ്ങി വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ദാട്ടിയിട്ടും. ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.